ശ്രീ സേനാപതി വേണു, രാജ്യ താൽപര്യത്തിനൊപ്പം കോൺഗ്രസ് നിൽക്കുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ. അതായത് കോൺഗ്രസ് പാകിസ്ഥാന്റെ നാവാകുന്നു എന്നുള്ളതായിരുന്നു. അതിന് കാരണമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന് തൊട്ട് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണം അത് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു. പാകിസ്ഥാനിലെ നേതാക്കൾ വരെ അത് ഏറ്റുപിടിക്കുകയുണ്ടായി. അപ്പോൾ അത് BJP സ്വാഭാവികമായിട്ടും അന്ന് തന്നെ ഉന്നയിച്ചതാണ്. പ്രധാനമന്ത്രി അക്കാര്യം ഊന്നിപ്പറയുകയാണ് ചെയ്തത്. കോൺഗ്രസിനെ തികച്ചും പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ് ഇവ. അല്ല, ഞാൻ മഞ്ജുഷ ചോദിച്ചോട്ടെ. കമ്പൈൻഡ് ഡിഫൻസ് സർവീസിന്റെ CDSന്റെ തലവൻ അനിൽ ചൗഹാൻ, അദ്ദേഹം സിംഗപ്പൂരിൽ ഒരു വിദ്യാർത്ഥി സമൂഹവുമായി ഒരു സംവാദം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താ? നമ്മളത് മുമ്പും ചർച്ചയിലായതുകൊണ്ട് ഞാനത് ആവർത്തിക്കില്ല. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇവിടെ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഈ ജനാധിപത്യ രാജ്യത്ത് ചോദ്യങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ അറിയാനുമുള്ള എന്താ പറഞ്ഞ അവകാശം ഇവിടുത്തെ പൗരന്മാർക്കില്ലല്ലോ. അല്ലാതെ കിങ് ജോങ് ഉന്നെ പാർലമെന്റിൽ പറയുന്നത് ബാക്കി ആളുകൾ മുഴുവൻ വിശ്വസിക്കുന്നത് പോലെ ഇവിടെ അത് കഴിഞ്ഞ് അത് വളരെ കൗതുകരമായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം കോൺഗ്രസിനെ രാജ്യദ്രോഹം ഞങ്ങളെയാണ് രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്. ഞാൻ ശശി തരൂരിന്റെ കാര്യം അങ്ങ് ചോദിച്ചു. സിന്ധു മോള് വളരെ ആവേശത്തോടു കൂടി ഇവിടെ പറയുകയും ചെയ്തു. ഞാനൊരൊറ്റ കാര്യം ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി സംഘത്തിൽ ആളെ ഈ സംഘത്തിൽ പോകണം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റോ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു പ്രതിപക്ഷ മര്യാദ വേണമല്ലോ. ഞങ്ങൾ പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകളെയും കൂടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിൽ ശശി തരൂരിന്റെ കാര്യം, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൂടി ഈ ഡെലിഗേഷനിൽ വിടാൻ നിങ്ങൾ തയ്യാറാകണം എന്നതല്ലേ കോൺഗ്രസിനോട് പറയേണ്ടത്. കോൺഗ്രസിന്റെ MP അല്ലേ ശശി തരൂര്? ഇവിടെ മാഡം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോപ്പിക്കാൻ ചതുരോപായവും രാജീവ് ചന്ദ്രശേഖരെ വെച്ച് നിങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്തല്ലോ. അദ്ദേഹത്തെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസിന്റെ MP ആയിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു നാട്ടുനടപ്പ് വേണ്ടേ? നിങ്ങളുടെ ഒരു MP ഇനി ആള് പ്രഗത്ഭനാണ്, UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചയാളാണ്, ഈ ഡെലിഗേഷനിൽ പോകാൻ ഞങ്ങൾ അദ്ദേഹത്തെ കൂടി ക്ഷണിക്കാൻ തയ്യാറാകുന്നു, അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ അനുവദിക്കണം. അതല്ലല്ലോ, നിങ്ങൾ ശശി തരൂരിനെ തീരുമാനിച്ചതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയോട് പറയുന്നു ബാക്കി അംഗങ്ങളെ കൂടി കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ചോദിക്കുന്നു, 7 ഡെലിഗേറ്റ്സ് സംഘം പോയല്ലോ 33 രാജ്യങ്ങളിൽ. 7ന്റെയും തലവൻ ശശി തരൂരല്ലോ. എല്ലാ സംഘത്തെയും ഈ പ്രഗത്ഭൻ നയിക്കാൻ. അതിനകത്ത് എന്താ പറഞ്ഞ കനിമൊഴി ഒരു സംഘത്തെ നയിച്ചുകൊണ്ട് പോയിരുന്നു, സുപ്രിയ സുളെ ഒരു സംഘത്തെ നയിച്ചുകൊണ്ട് പോയിരുന്നു. 7 സംഘത്തെയും നയിച്ചത് ആദ്യത്തെ 5 ദിവസം, അത് കഴിഞ്ഞിട്ട് വീണ്ടും 5 ദിവസം വന്ന് ഈ 7 സംഘത്തെയും നയിച്ചത് ശശി തരൂരാണെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം കൊണ്ട് 7 സംഘത്തെയും നയിച്ചു. അദ്ദേഹത്തെക്കാൾ പ്രാഗൽഭ്യമില്ലാത്തവരും UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാത്തവരും ഇന്ത്യക്ക് വെളിയിൽ ഇതിനു മുമ്പ് പോകാത്തവരും ഒക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോ നിങ്ങൾ ശശി തരൂരിനെ സെലക്ട് ചെയ്യുന്നത് അത് സതുദ്ദേശത്തിലല്ല. ആ സതുദ്ദേശമല്ല. നിങ്ങൾ കോൺഗ്രസ് ശശി തരൂരിനെ ഒഴിവാക്കിയതും സതുദ്ദേശത്തിലല്ലല്ലോ. അദ്ദേഹത്തെ ഒഴിവാക്കിയത് കോൺഗ്രസ് ആണ്. മഞ്ജുഷ, ഞാൻ ചോദിച്ച ചോദ്യം അതാ. കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ശശി തരൂരിനെ കൊണ്ടുപോകണം എന്നിവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഇവരെന്താണ് ചെയ്യുന്നത്? കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനോടോ, അതല്ല എങ്കിൽ പട്ടിക തരാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ചെയ്ത് തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടിക കൊടുക്കുകയായിരുന്നു. അപ്പോൾ പ്രാഗൽഭ്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതല്ലേ? തെറ്റിദ്ധരിപ്പിക്കരുത് മഞ്ജുഷ. ശശി തരൂരിനെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളോട് പറയുന്നത്. അത് വേണ്ടല്ലോ. അല്ല, അങ്ങനെയല്ലല്ലോ. ഇപ്പോഴും കോൺഗ്രസിന്റെ MP ആയിട്ടാണല്ലോ. കോൺഗ്രസിന്റെ MP ആയിട്ട് നിൽക്കുന്ന ശശി തരൂരിനെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇനി ബാക്കി ഒരു 3 പേര് തരൂരിന്ന് കൈയടിക്കുന്നത് കണ്ടു. അവിടെ ഇരുന്ന് കൈയടിക്കുന്നത് കണ്ടു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ അദ്ദേഹം അംഗീകരിക്കുകയാണ്. അത് നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ MP തന്നെ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെതിരെ കൈയടിക്കുകയാണ്. ആ കയ്യടിയൊക്കെ തിരുവനന്തപുരത്തെ പാവപ്പെട്ട ബൂത്ത് പ്രസിഡന്റും വാർഡ് പ്രസിഡന്റും അവൻ 10-25-30 ദിവസക്കാലം തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ ഇടയിൽ കയറിയിറങ്ങി അവന്റെ വേർപ്പിന്റെയും അവന്റെ പ്രയത്നത്തിന്റെയും ഒക്കെ പരിണിത ഫലമാണ്. അതല്ല എങ്കിൽ കൈയടിക്കാനൊന്നും അവിടെ ആളുണ്ടാകും. അത് ഞാൻ അംഗീകരിക്കുന്നു. തരൂരിനെ ജയിപ്പിച്ചു വിട്ട് തിരുവനന്തപുരത്തെ വോട്ടർമാരാണ്. അതിൽ കോൺഗ്രസിന്റെ ഓരോ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും വിയർപ്പുണ്ട്. അത് ശരിയാണ്. അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. അല്ല, രാവിലെ നമ്മൾ കേൾക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ ഒരു 10-11 മണി വരെ നമ്മൾ കേൾക്കുന്നത് 15,000-17,000 വോട്ടിന് വരെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു നിൽക്കുന്നതാണല്ലോ. ആ രാജീവ് ചന്ദ്രശേഖറാണ് ജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഡെലിഗേഷനിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. ശശി തരൂരിന്റെ ഈ പ്രസക്തിയും ശശി തരൂരിന്റെ ഈ പ്രാഗൽഭ്യവും ശശി തരൂരിന്റെ എന്താ പറഞ്ഞ ലോകപരിചയവും ഒന്നും പിന്നെ അവിടെ ചെലവാകിയല്ലോ. അദ്ദേഹം ജയിച്ചതുകൊണ്ട്. എങ്ങനെ ജയിച്ചു? കോൺഗ്രസിന്റെ MP ആയി കോൺഗ്രസ്സുകാർ പണിയെടുത്തുകൊണ്ട് ജയിച്ചു.
ആ പണിയെടുക്കലിന് ശേഷം ഇപ്പൊ അപ്പുറത്തിരുന്ന് കൈയടിച്ചോട്ടെ, ഞങ്ങൾക്ക് അതൊന്നും വിരോധമില്ല. അതൊക്കെ കാലവും ചരിത്രവും അതിനൊക്കെ മറുപടി പറയുമെന്ന് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ മാഡം സൂചിപ്പിച്ച ഒരു കാര്യം, മാഡം 47-ന് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. ഇത് ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ. ഈ രാജ്യത്തെ രണ്ടായിട്ട് വിഭജിച്ച ബ്രിട്ടീഷുകാരനാണ്. ആ ചരിത്രവും കാലവും ഒക്കെ പഠിക്കണം. ആ ചരിത്രമൊക്കെ പഠിക്കണം. കോൺഗ്രസ് ഈ രാജ്യത്തെ ഒന്നാക്കി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇല്ലെന്ന് പറയരുതേ. ഇപ്പൊ നമ്മൾ പറയുന്ന വെക്കുന്നത് എവിടെയാണ്? ഇന്ത്യ രാജ്യമാ മാഡം. അന്ന് നിങ്ങളുടെ പാർട്ടിക്കാരും ഇല്ലെന്നേ. എനിക്കായിരുന്നോ അന്നുള്ള RSS ഒക്കെ എന്നാ അവര് പറയണ്ടേ രാജ്യത്തെ വിഭജിക്കണ്ട, നെഹ്റു അധികാരത്തിൽ വരണ്ട? നിങ്ങൾ പറയാണ്ടായിരുന്നോ? അന്ന് നിങ്ങൾ പറഞ്ഞ് ജനങ്ങളോട് കൺവിൻസ് ചെയ്യണ്ടായിരുന്നോ? എത്രയോ കാലങ്ങളായിട്ട് പൗരാണികമായ ഭാരതം നിങ്ങൾക്ക് അത്ര നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ ഈ രാജ്യം സൃഷ്ടിക്കപ്പെട്ട് ഈ രാജ്യത്തിന് ഭരണഘടനയും സംവിധാനവും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾക്ക് നെഹ്റു കുഴപ്പക്കാരനാണ്, മുമ്പ് ഭരിച്ച ആളുകളൊക്കെ കുഴപ്പക്കാരാണെന്നേ. നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും കുഴപ്പക്കാരാണ്. 2014-ന് ശേഷം മാത്രം ഇന്ത്യയുടെ ചരിത്രം എന്നുള്ളതാണ് അതല്ല. അതിനു മുമ്പും ഒക്കെ ചരിത്രവും അതിനു മുമ്പും ഒക്കെ പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാരും ഇവിടെ ഉണ്ടായിരുന്നു മാഡം. ഇതിലൊക്കെ വലിയ സർജിക്കൽ സ്ട്രൈക്കും. നിങ്ങൾ പാകിസ്ഥാന്റെ 19 കേന്ദ്രങ്ങളിൽ ബോംബാർഡ്മെന്റ് നടത്തിയുള്ളൂ. പാകിസ്ഥാനെ രണ്ടായിട്ട് വിഭജിച്ച ഒരു ചരിത്രവും ഇന്ത്യക്കുണ്ടെന്നേ. നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാം പിന്നീടാകട്ടെ. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ശ്രീമതി ടി പി സിന്ധുപോൾ, ഇത് കോൺഗ്രസിനെ ശരിയാണ്, കോൺഗ്രസിനെതിരെ ശക്തമായ കടന്നാക്രമണം നടത്തുകയും കോൺഗ്രസുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നെഹ്റുവിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ അവിടെ കോൺഗ്രസിന്റെ MP-മാർ എതിർക്കുന്നതും അതിന് ശബ്ദം കേൾക്കാമായിരുന്നു. ക്യാമറ അങ്ങോട്ട് ചലിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ കോൺഗ്രസ്സേ ഇല്ല എന്നുള്ള രീതിയിൽ, കോൺഗ്രസ് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പൂർണ്ണമായിട്ടും കടന്നാക്രമിക്കുമ്പോൾ, മുൻ പ്രധാനമന്ത്രിമാരുടെ പേര് പോലും പറഞ്ഞ് അവഹേളിക്കുമ്പോൾ, ആ ഒരു നിലപാട് തുടരുമ്പോൾ കോൺഗ്രസിനും എതിർത്ത് ചോദിക്കാനുണ്ട്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉത്തരം പറയുന്നില്ലല്ലോ എന്ന്. മഞ്ജുഷ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വളരെ കൃത്യമായിട്ട് രേഖകൾ സഹിതം ഇന്ന് സംസാരിച്ചു കഴിഞ്ഞു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു ഓപ്പറേഷൻ സിന്ധു, എന്തായിരുന്നു ഓപ്പറേഷൻ മഹാദേവ്, പാകിസ്ഥാൻ എങ്ങനെയാണ് ആക്രമിച്ചത്, കാലാകാലങ്ങളായി പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളെ കോൺഗ്രസ് എങ്ങനെയാണ് അവിടുത്തെ ഭീകരവാദികളെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്, ഇതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് നെഹ്റുവിനെ മാത്രമല്ല ഞങ്ങൾ പറയുക, കാശ്മീർ വിഷയം ഉൾപ്പെടെ ഞങ്ങൾ ശ്രീമതി ഇന്ദിരാഗാന്ധിയെയും പറയും. അത് വിമർശനമായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. നിങ്ങൾ എന്തിനാണ് ഇത്ര ഞെട്ടിത്തരിക്കുന്നത്? നെഹ്റുവിനെ പറയുമ്പോൾ അദ്ദേഹം ആരാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്? യാതൊരു ചർച്ചയും കൂടാതെ ഇതുപോലെയുള്ള ഒരു രാജ്യത്തിന് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു കൊടുത്തുകൊണ്ട് ഇത്രയും വലിയ ഒരു പ്രശ്നത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചത് ആരാണ്? പോട്ടെ, സിംല കരാർ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലേക്ക് വന്നാൽ സിംല കരാർ ഏതാണ്ട് 93,000-ഓളം പാകിസ്ഥാൻ പടയാളികളെ പിടിച്ചു വെച്ചിട്ട് അവരെ വിട്ടുകൊടുത്തു. ശരി, ബംഗ്ലാദേശ് ഉണ്ടായി എന്നൊക്കെ നിങ്ങൾ പറയും, സമ്മതിക്കുന്നു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിച്ചു, സമ്മതിച്ചു. ഈ 93,000 പാകിസ്ഥാൻ ഭടന്മാരെയും സോൾജേഴ്സിനെയും വിട്ടുകൊടുക്കുന്നതോടൊപ്പം പിടിച്ചെടുത്ത ആ പാക് അധിനിവേശ കാശ്മീർ അതേപോലെ തന്നെ എത്ര ആളുകൾ, എത്ര ഇന്ത്യൻ പട്ടാളക്കാർ അവരുടെ ജീവൻ പണയപ്പെടുത്തി, ജീവിതം പണയപ്പെടുത്തി പിടിച്ചെടുത്ത അഭിമാനമായ ആ പ്രദേശങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ വിട്ടുകൊടുത്ത പ്രധാനമന്ത്രിയല്ലേ ശ്രീമതി ഇന്ദിരാഗാന്ധി? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ന് നിവർന്നു നിന്ന് പറയുകയാ, ഞങ്ങള് വെടിയുണ്ടയാണെങ്കിൽ തിരിച്ചു വെടിയുണ്ട. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി അദ്ദേഹം പറയുന്നുണ്ട് യുദ്ധമല്ല ബുദ്ധനാണ്. ആ വാക്ക് നിങ്ങൾ കേട്ടില്ല അല്ലെ? നമ്മൾ സഹനത്തിന്റെയും സമാധാനത്തിന്റെയും ഏതറ്റവും വരെ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലയാവർത്തി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഉക്രൈൻ റഷ്യ യുദ്ധത്തില് സമാധാനവർത്തിയായി ആ രാജ്യങ്ങൾ വിളിച്ചത്. ഇതൊന്നും നിങ്ങൾ പറയില്ല, പക്ഷെ ഈ രാജ്യം കാണുന്നുണ്ട്. പല രാജ്യങ്ങളും അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനായിട്ടല്ല രാഷ്ട്രതന്ത്രജ്ഞനായിട്ട് അനുമോദിക്കുന്നത് അതുകൊണ്ടാണ്. ശ്രീമതി സേനാപതി വേണു, മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രധാനമന്ത്രിക്കും കിട്ടാത്ത ആ അംഗീകാരം മറ്റു ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ തേടി വരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടു, എത്രത്തോളം സ്വീകാര്യനാണ് എന്നുള്ളതിന്റെ തെളിവാണ്. പക്ഷെ ഇവിടെ കോൺഗ്രസുകാർക്ക് ഒരു നല്ല വാക്ക് പറയാൻ, ഈ രാജ്യത്തെ സംരക്ഷിച്ച, ഇത്രയധികം ഭീകരവാദികളിൽ നിന്നും ഈ രാജ്യത്തെ സംരക്ഷിച്ച, നിങ്ങൾ നോക്കൂ, 1721 അക്രമങ്ങൾ, ഭീകരവാദ അക്രമങ്ങളാണ്
മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടി ഭരണം നടത്തിയ നിങ്ങളുടെ UPA 10 വർഷ ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഒന്നും രണ്ടും അല്ല. അവിടെ അതിനെ 70% കുറച്ചുകൊണ്ട് 1700 അല്ല 7124 അക്രമങ്ങൾ കണക്കെടുത്ത് നോക്കൂ. അവിടെ 70% അക്രമങ്ങളെ കുറച്ചു കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാ. അങ്ങനെ ഒരു നരേന്ദ്രമോദി, അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ വെച്ച് അദ്ദേഹം പറയുകയാണ്, ലോകത്തെ ഒരു നേതാക്കന്മാരും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ചോദിക്കുകയാണ് ട്രംപ് പറഞ്ഞില്ലേ? എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് ഇവിടെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. ട്രംപിന്റെ പേര് പരാമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലവും നമുക്കറിയാം, വ്യക്തമായിട്ടറിയാം. ശ്രീ സേനാപതി വേണു, ഇവിടെ നിങ്ങൾ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ ചാണക്യന്മാരെയാ. ശരി ശ്രീമതി TP സിന്ധുമോൾ, ഇതിൽ അമിത്ഷാ എന്ന് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. POK പ്രദേശത്തായിരുന്നു സർജിക്കൽ സ്ട്രൈക്കിന്റെ സമയത്ത് ഇന്ത്യ ആക്രമണം നടത്തിയത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. 100 കിലോമീറ്റർ ഉള്ളിൽ കയറി ഭീകരരെ തുരത്തുകയായിരുന്നു ചെയ്തത്. അമിത്ഷായുടെ ആ വാക്കുകൾ കേൾക്കാം. सर्जिकल स्ट्राइक और एयर स्ट्राइक में हमने पाक ऑक्यूपाई कश्मीर में ही हमला किया, एक प्रकार से भारत के हिस्से पर ही हमला किया। पाक ऑक्यूपाई कश्मीर हमारा ही है, तो हमने तो हमारे हिस्से में हमला किया। मगर इस बार 100 किलोमीटर अंदर घुसकर पाकिस्तान की भूमि पर आतंकवादियों को तबाह करने का काम। और मान्यवर, ये आतंकी के ठिकानों पर हमला हुआ, इसमें मारा कौन गया? हाफिज मोहम्मद जमील जैसे मोहम्मद के प्रमुख मौलाना मसूद अजहर के बहनोई, मुदस्सर खादियान मरकज तैयबा मुरीद का प्रमुख, याकूब मलिक जेएम पदाधिकारी, मोहम्मद हमसा जमील जेएम ऑपरेटिव, मोहम्मद यूसुफ अजहर गंभीर रूप से घायल था फिर मारा गया, जैसे मोहम्मद का आमिर मोहम्मद हसन खान गंभीर रूप से घायल था फिर मारा गया, जेएम ऑपरेटिव मोहम्मद हसन गंभीर रूप से घायल हुआ, अब्दुल मलिक, खालिद अबू अक्स और नोएम मलिक, इनका कोई पता ठिकाना नहीं। और मान्यवर ये पूछते थे मुझे कल कि पहलगांव के दोषी कहां गए, वो पहलगांव के दोषी कहां गए? ये जो मैंने, अरे सुनो ना यार, ये जो 10 मैंने नाम पढ़े हैं, इसमें से 8 ये चिदम्बरम एंड कंपनी के समय में आतंकवादी घटना घटाने वाले लोगों को नरेंद्र मोदी जी ने मारा। ഇതാണ് അമിത്ഷായുടെ വാക്കുകൾ. അതായത് ചിദംബരം ചോദിച്ചിരുന്നു, ഇന്ന് ഈ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ആളുകൾ, ഭീകരർ, അവർ പാകിസ്ഥാനികളാണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇതിപ്പോൾ അമിത്ഷാ പറഞ്ഞ കണക്കെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ വകവരുത്തിയ ഭീകരരുടെ കണക്കുകളാണ്. ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും മുതിർന്ന നേതാക്കളുടെ ബന്ധുക്കളെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയ കാര്യം, അത് 100 കിലോമീറ്റർ ഉള്ളിൽ കയറി ആക്രമിച്ച കാര്യമാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അപ്പോൾ ഇതേ ഭീകരർ എന്ന് പറയുന്നത് UPA ഭരണകാലത്ത് ഇന്ത്യയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നവരെന്നാണ് ശ്രീ